പ്രകൃതി പോലെ സൗന്ദര്യമുള്ള നമ്മുടെ കേരളക്കരയിലെ മുസൽമാനും ഹൈന്ദവരും ക്രൈസ്തവരും ഒക്കെ സൗഹാർദ്ദപരമായി ജീവിക്കുന്ന അന്തരീക്ഷത്തെ മലീമസപ്പെടുത്തുന്നതിനും തകർത്തെറിയുന്നതിനും വേണ്ടി RSSന്റെയും സംഘപരിവാറിന്റെയും ഗൂഢമായ അജണ്ടകൾക്ക് വിധേയമാക്കിക്കൊണ്ട് കേരളത്തിന്റെ അങ്ങോളമിങ്ങോളം അധാർമികതയ്ക്കും അനീതിക്കും വേണ്ടി മനുഷ്യരെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രവണത വളരെ കാലമായിട്ട് ഇവിടെ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതര സംസ്ഥാനങ്ങളിൽ മാംസത്തിന്റെ പേര് പറഞ്ഞ് ജീവങ്ങളെ ദാരുണമായിട്ട് കൊല്ലുകയും അതിന്റെ പേരിൽ അക്രമങ്ങൾ അഴിച്ചുവിടുകയും ചെയ്യുന്ന ഈ വിഭാഗം കേരളത്തിന്റെ കേരളീയ ഈ പരിസരത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ബഹുമാനപ്പെട്ട റിയാസ് മൗലവി എന്ന യുവ പണ്ഡിതനെ ഇവിടെ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് കേരളത്തിലുടനീളം പല സ്ഥലങ്ങളിലും ശാഖയുടെ പേര് പറഞ്ഞ് RSSന്റെ പേര് പറഞ്ഞ് ധാരാളം അക്രമങ്ങൾ അവർ അഴിച്ചുവിടുന്നു. എന്റെ ഓർമ്മയിൽ വരുന്നത് തൊട്ടടുത്ത ദിവസം തിരുവനന്തപുരം ജില്ലയിൽ തന്നെ നെടുമങ്ങാട് എന്ന് പറയുന്ന പ്രദേശത്ത് അന്താരാഷ്ട്ര മാർക്കറ്റിന്റെ ഉള്ളിൽ ഒരു മുസ്ലിമായ ഒരു മനുഷ്യൻ ജീവനോപാധിക്ക് വേണ്ടി നടത്തുന്ന പച്ചക്കറി ബിസിനസ് നടത്തുന്ന സ്ഥാപനത്തിലേക്ക് ഒരു RSSന്റെ ചെറുപ്പക്കാരൻ കടന്നു പോവുകയും അദ്ദേഹത്തോട് ക്യാഷ് കൊടുക്കാതെ പച്ചക്കറി ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ ആ പാവപ്പെട്ട മനുഷ്യൻ ചോദിച്ചു, താങ്കൾ പൈസ തരാതെ എങ്ങനെയാണ് ഇവിടെ നിന്ന് പച്ചക്കറി കൊണ്ടുപോവുക? ഞാൻ ഇവിടുത്തെ ശാഖയുടെ നേതാവാണ് എന്ന സ്വരത്തിൽ അയാൾ ആവശ്യപ്പെട്ടു. അങ്ങനെ ആ മനുഷ്യൻ കൊടുക്കാതെ വന്നപ്പോൾ അദ്ദേഹത്തിനെ ഉപദ്രവിക്കുകയും പോലീസ് സ്റ്റേഷനിൽ പോയി പരാതിപ്പെടുകയും അവിടെ വെച്ച് പോലീസിന്റെ ഒത്താശയോടുകൂടി കേസ് നേരെ തിരിയുകയാണ്. ഈ കച്ചവടക്കാരൻ അയാളെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ് ഇയാളിൽ നിന്നും 2000 രൂപ ചികിത്സ ആവശ്യത്തിന് വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തു. ഇങ്ങനെ ധാരാളം അക്രമങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കാസർഗോഡ് യുവജന കൂട്ടായ്മ റിയാസ് മൗലവിയുടെ വധവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് നീതി ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ നടത്തുന്ന ഈ ധർണയ്ക്ക് ബഹുമാനപ്പെട്ട കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നേതൃത്വം കൊടുക്കുന്ന സമസ്ത കേരള സുന്നി യുവജന സംഘം SYSന്റെ പേരിൽ എല്ലാവിധ ആശംസകളും എല്ലാവിധ പിന്തുണയും അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.